ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള 4 വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ നല്ലൊരു ക്ലീനായ ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 4 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം കേട്ടോ. ഉള്ള മുട്ട തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അല്പം അല്പമായിട്ട് നമുക്കിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കാൽ കപ്പിലും കൂടുതലായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല പോലെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുട്ട നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിച്ചെടുത്ത് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് നമ്മൾ വടിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ഒരു 3 തവണ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇനി ഇതിലേക്ക് നമുക്കിത് അല്പമായി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. 2 ഓറഞ്ച് നമ്മൾ നല്ല പോലെ ഒന്ന് വെള്ളം ചേർക്കാതെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാട്ടോ. ഇതും കൂടെ ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 45 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്കായി വരട്ടെ. അതുവരെ ഇനി നമുക്ക് കായ്പോള റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3 നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴം ഒന്ന് റെഡിയായി വരണം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് 2 ഏലക്ക നമ്മൾ ഇതേപോലെ തൊണ്ട് കളഞ്ഞ് ഒന്ന് ചതക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇത്രയും മതി. മുട്ട നമുക്ക് പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒത്തിരി മധുരം കൂടുതൽ ചേർക്കുന്നില്ല. വളരെ കുറച്ച് മധുരമാണ് നമ്മൾ. നമുക്ക് മുട്ടയിലേക്ക് നമ്മുടെ ഈ എടുത്ത് വെച്ച ഫില്ലിങ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പഴം ചുരുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് ഞാനിത് അവിടെ ഒരു 3 പഴം നമ്മൾ നല്ലപോലെ തിന്നാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഒരല്പം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഇതിലേക്ക് അങ്ങ് വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം.
നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിത് ചുരുട്ടിയെടുക്കാനായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പഴമൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചിരകിയെടുത്ത തേങ്ങ, 2 ടേബിൾ സ്പൂണ് ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്ങിനായിട്ടുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം. ഒത്തിരിയും കൂടി അങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതങ്ങ് താഴേക്കങ്ങ് വീണു പോകും. ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ പതിഞ്ഞങ്ങ് ഇരുന്നോളും. കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് പതിഞ്ഞങ്ങ് ഇരുന്നോളും. പിന്നെ ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതാ ഞാനിവിടെ 3 പഴം ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇനി നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിൽ പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് ചുരുട്ടി വെക്കുക. ഒത്തിരിയും കൂടെ പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതാ നമ്മളിവിടെ പഴം നിറച്ചതിൻ്റെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഒത്തിരി ലെങ്തായി പോകും നമ്മുടെ വീഡിയോസ്. അപ്പോൾ നമ്മളിതാ പഴം ചുരുട്ടിലേക്കുള്ള തേങ്ങ റോസ്റ്റ് ചെയ്തതാണ് നമ്മൾ ഈ ഒരു പഴത്തിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ സാധാരണ പച്ചവെള്ളത്തിലൊന്ന് കലക്കി ഒന്ന് പേസ്റ്റാക്കി ഇതിൻ്റെ മീതക്കങ്ങ് നമ്മൾ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? എന്നിട്ട് ഇതാ ഒരു 2 ടേബിൾ സ്പൂണ് ഗീയും കൂടെ ഒഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തങ്ങ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡിയായി. കണ്ടില്ലേ? ഓറഞ്ച് വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഈവനിങ് സ്നാക്കായിട്ട് ഇവിടെ നല്ലൊരു 4 വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 4 ഈവനിങ് സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.